നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. താഴത്തങ്ങാടി അറവുപുഴ ജംഗ്ഷനിൽ ചുവട് പൊള്ളയായി നിൽക്കുന്ന വാഗമരം ഭീഷണിയാകുന്നു. റോഡിലൂടെ ദിവസവും കടന്നുപോകുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും. ശരണം വിളികൾ ഉയർന്നു. ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ. മകരവിളക്കിനായി ഈ മാസം 30-ന് നട തുറക്കും. വാഴൂരിലെ നക്ഷത്ര ജലോത്സവത്തിന് തിരക്കേറുന്നു. കുട്ടവഞ്ചി തുഴഞ്ഞും ഊഞ്ഞാലാടിയും ആഹ്ലാദത്തോടെ നാട്ടുകാർ. ജലോത്സവം 28-ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. കോട്ടയം താഴത്തങ്ങാടി അറവുപുഴ ജംഗ്ഷനിലെ വാഗമരം ചുവട് പൊള്ളയായി നിൽക്കുന്നു. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. 24 മണിക്കൂറും ഗതാഗത തിരക്കേറിയ കോട്ടയം കുമരകം റോഡിലെ അറവുപുഴ ജംഗ്ഷനിലാണ് ചുവടുഭാഗം പൊള്ളയായി ഏതു നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ ഈ വാഗമരം നിൽക്കുന്നത്. കൂറ്റൻ മരത്തിന്റെ തടിയിലുണ്ടായ കേടാണ് ഇത്തരത്തിൽ വലിയ ദ്വാരം രൂപപ്പെട്ട് മരം അപകടാവസ്ഥയിലാകാൻ കാരണം. വലിയൊരു പൊത്തുരൂപേണയാണ് തടിയുടെ ഒരു ഭാഗം ഇപ്പോൾ മാറിയിരിക്കുന്നത്. ശിഖരങ്ങൾക്കോ ഇലകൾക്കോ തളർച്ചയൊന്നും തോന്നാത്തതിനാൽ പുറമേ നോക്കിയാൽ അപകടമൊന്നും തോന്നില്ല. എന്നാൽ വലിയ കാറ്റും മഴയും ഉണ്ടായാൽ ചുവട് പൊള്ളയായതിനാൽ മരം നിലം പൊത്തുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്ക്. മീനച്ചിലാറിന്റെ തീരത്ത് അറുപുഴ തൂക്കുപാലത്തിന് സമീപം ചേർന്നുള്ള റോഡരികിലെ ഈ മരത്തിനടുത്തായാണ് കോട്ടയം ഭാഗത്തേക്കുള്ള ബസ്സുകൾ നിർത്തുന്നത്. അറവുപുഴ കുമ്മനംകടവ് തൂക്കുപാലത്തിലേക്ക് കയറാനായി വരുന്നവരും ഈ മരത്തിന് സമീപത്തു കൂടിയാണ് നടന്നെത്തേണ്ടത്. ഇതിനാൽ മരം മറിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ ദുരന്തം കണക്കിലെടുത്ത് പലവട്ടം റോഡ് നഗരസഭാ അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശരണം വിളികൾ നിറഞ്ഞു നിന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ മണ്ഡലപൂജ. ഇതോടെ ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമായി. ലക്ഷക്കണക്കിന് ഭക്തർക്ക് ദർശന സായുജ്യമൊരുക്കി ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ നടന്നു. ആയിരക്കണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമായിരുന്ന സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലായിരുന്നു മണ്ഡലപൂജ. തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് മണ്ഡലപൂജ നടന്നത്. തങ്കഅങ്കി ചാർത്തിയായിരുന്നു മണ്ഡലപൂജ. അതേസമയം ഡിസംബർ 25 വരെ 32,49,756 പേരാണ് ദർശനത്തിനെത്തിയത്. 5,66,571 പേർ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി ദർശനം നടത്തി. മണ്ഡലപൂജ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി വരെ വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് വഴി 19,968 പേർ എത്തിയെന്നാണ് കണക്കുകൾ. രാത്രി ഹരിവരാസനം പാടി നട അടച്ചതിനു ശേഷം മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്ക് ശബരിമല നട തുറക്കും. ജനുവരി 14-ലാണ് മകരവിളക്ക്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂരിൽ നടക്കുന്ന നക്ഷത്ര ജലോത്സവത്തിന് തിരക്കേറുന്നു. ഇത് 4-ാം തവണയാണ് പോത്തൻപ്ലാക്കൽ തോട്ടിൽ നക്ഷത്ര ജലോത്സവം നടക്കുന്നത്. വാഴൂരിലെ നക്ഷത്ര ജലോത്സവം 4-ാം തവണയും സൂപ്പർ ഹിറ്റ്. ഡിസംബർ 23-നാണ് വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമീണ ടൂറിസത്തിന്റെ ഭാഗമായി നക്ഷത്ര ജലോത്സവം ആരംഭിച്ചത്. ശാസ്താംകാവ്, പൊത്തൻപ്ലാക്കൽ, മൂലയിൽ ചെക്ക് ഡാമിലാണ് നക്ഷത്ര ജലോത്സവം ഒരുക്കിയിരിക്കുന്നത്. ജലോത്സവത്തിന്റെ ഭാഗമായി കുട്ടവഞ്ചി സവാരി, കയാക്കിംഗ്, വള്ളയാത്ര, ഊഞ്ഞാലാട്ടം എന്നിങ്ങനെ നിരവധി പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി കലാപരിപാടികളും ജലോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ആർക്കു വേണമെങ്കിലും വേദിയിൽ ആടാം, പാടാം. തടയണയിലെ ജലലഭ്യത പ്രയോജനപ്പെടുത്തിയാണ് ജലവിനോദ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലെ ഹൊഗനക്കലിൽ നിന്നുമാണ് കുട്ടവഞ്ചി എത്തിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ തന്നെ ഊഞ്ഞാലാടുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജലോത്സവം 28-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദ്രാവിഡ വർഗ ഐക്യമുന്നണി 67-ാമത് ദേശീയ ദശദിന കൺവെൻഷനും ആദ്യ ദ്രാവിഡ സംഗമവും ഡിസംബർ 28 മുതൽ നടക്കും. വിദ്യാർത്ഥി, യുവജന, മഹിളാ സമ്മേളനം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
ദ്രാവിഡവർഗ ഐക്യമുന്നണി DCUFന്റെ 67ാമത് ദേശീയ ദശദിന കൺവെൻഷനും ആദിദ്രാവിഡ സംഗമവും ഡിസംബർ 28 മുതൽ 2025 ജനുവരി 6 വരെ മുക്കട രാജ്യസഭാ നഗറിൽ നടക്കും. ഡിസംബർ 28 മുതൽ 2025 ജനുവരി 6 വരെ വിദ്യാർത്ഥി, യുവജന, മഹിള, സൈനിക, സാംസ്കാരിക അടിസ്ഥാന വർഗ നേതൃത്വ, ആധ്യാത്മിക, രാഷ്ട്രീയ സമ്മേളനവും ശോഭായാത്രയും സമാപന പൊതുസമ്മേളനവും നടക്കും. പട്ടികജാതി, പട്ടികവർഗ, അടിസ്ഥാന വർഗ, മതപരിവർത്തന വിഭാഗങ്ങളെ ഒരു ഏകീകൃത സാമൂഹിക വിഭാഗങ്ങൾ എന്ന നിലയിൽ ആദിദ്രാവിഡറായി പ്രഖ്യാപിക്കുക, ഭൂമിയുടെ അവകാശം, വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിലും വിഭവ, രാഷ്ട്രീയ അധികാര പങ്കാളിത്തം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി ലക്ഷ്യമാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ജാതി സെൻസസ് നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കണമെന്നും DCUFന്റെ ദേശീയ കൺവെൻഷൻ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിലെ പട്ടികജാതിക്കാരൻ്റെയും പട്ടികവർഗക്കാരൻ്റെയും ദളിതൻ്റെയും പിന്നോക്കക്കാരൻ്റെയും ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് മുക്കട രാജ്യസഭാ നഗർ. ആ മുക്കട രാജ്യസഭാ നഗറിലേക്ക് ഇന്ത്യയിലെയും ലോകത്തിലെ എല്ലാ കർത്തവർഗങ്ങളും വന്നു ചേരുന്നതിന് വേണ്ടി അഭിനന്ദനായ സഭാരാജ്യങ്ങളിൽ പ്രത്യക്ഷമായി സ്ഥാപിക്കപ്പെട്ട ആ ചെറിയ ഇടത്താണ് ഈ ദേശീയ ദശദിന കൺവെൻഷനും ആദിദ്രാവിഡ സംഘവും നടത്തപ്പെടുന്നത്. അവിടെ അഭിനന്ദനായ തിരുമേനികളുടെ ഭൗതികമായ ശരീരം ഞങ്ങൾ വളരെ ഭദ്രമായി കഴിഞ്ഞ 23 വർഷക്കാലമായി സൂക്ഷിച്ചിരിക്കപ്പെടുകയാണ്. ആ തിരുശരീര ദർശനം നടത്തി മോക്ഷവും സായുജ്യം കിട്ടുന്നതിന് വേണ്ടി ലോകത്തിലെ കർത്തവർഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പരിശുദ്ധവും പരിപാലന പുണ്യഭൂമിയിലാണ് ഈ ആദിദ്രാവിഡ സംഘം നടത്തപ്പെടുന്നത്. ജനുവരി 5-ന് ഇന്ത്യ സെക്യുലർ മൂവ്മെന്റ് രാഷ്ട്രീയ മുന്നണി പ്രതിനിധി സമ്മേളനം മക്കൾ നീതി കക്ഷി പ്രസിഡന്റ് അംബേത് വെങ്കടേഷ് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 6-ന് DCUF ചെയർമാൻ പൊയ്കയിൽ PS രാജ്മോഹൻ തമ്പുരാൻ അധ്യക്ഷത വഹിക്കുന്ന സമാപന സമ്മേളനം ബഹുജൻ രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ സർദാർ ജീവൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തേജസ്വി രാജ്മോഹൻ, പ്രഭശ്രീ ദേവർഷികൾ, പ്രഭുരാജ് തിരുമേനി പൊൻകുന്നം, VC സുനിൽ, സെക്യുലർ മൂവ്മെന്റ് ക്യാപ്റ്റൻ PM ടോംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. SNDP യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശിവഗിരി പദയാത്ര പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചു. പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് K പത്മകുമാർ പീത പതാക കൈമാറി. മീനച്ചിൽ യൂണിയനിൽ നിന്നും ശിവഗിരി പദയാത്ര ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഇന്ന് ശിവഗിരിയിലേക്ക് എത്തുന്നുവെന്നും മഹാഗുരുവിലേക്കുള്ള ഈ മഹാപ്രയാണം ഇന്ന് അറിവിന്റെ തീർത്ഥാടനം എന്ന നിലയിൽ ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്നും പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖസ്വാമി ക്ഷേത്ര സന്നിധിയിൽ ഉദ്ഘാടനം ചെയ്ത് പീത പതാക കൈമാറി പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് K പത്മകുമാർ പറഞ്ഞു. മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നൽ, വൈസ് ചെയർമാൻ സജീവ് വയല, കൺവീനർ MR ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗത്തിന്റെ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രകളിൽ ഏറ്റവും ദൂരം താണ്ടിയെത്തുന്ന പദയാത്ര എന്ന പ്രത്യേകത കൂടിയുണ്ട് മീനച്ചിൽ യൂണിയൻ പദയാത്രികർക്ക്. ന്യൂസ് ബ്യൂറോ, പാല. ചിറക്കടവ് തെക്കേത്ത് കവലയ്ക്ക് സമീപത്ത് വെച്ച് കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. പേരൂർ കവല അറത്തിൽ അദ്വൈതിലാലാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. പാലാ സെന്റ് തോമസ് കോളേജിലെ 3ാം വർഷ BSM വിദ്യാർത്ഥിയാണ്. ക്രിസ്മസ് ദിനത്തിന് തലേ ദിവസം റോഡരികിൽ പടക്കം പൊട്ടിക്കുകയായിരുന്നു. അദ്വൈതിന്റെയും കൂട്ടുകാരുടെയും നേരെ കാർ വന്നിടിക്കുകയായിരുന്നു. തലയോലപ്പറമ്പിൽ മൂവാറ്റുപുഴയാറിന്റെ വെട്ടിക്കാട്ട് മുക്ക് ഭാഗത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ +2 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. വെട്ടിക്കാട്ടുമുക്ക് കൊടിയനേഴത്ത് ആസിഫാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30-ന് വൈപ്പൽ കടവിലാണ് സംഭവം. കുളിക്കാനിറങ്ങിയ ശേഷം പുഴയിൽ നീന്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കടുത്തുരുത്തിയിൽ നിന്നും ഫയർഫോഴ്സും തലയോലപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാല മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. മുൻ KPCC മെമ്പർ അഡ്വക്കേറ്റ് ചാക്കോ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ചതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാട്ടന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം മുൻ KPCC മെമ്പർ അഡ്വക്കേറ്റ് ചാക്കോ തോമസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും അമിത്ഷായുടെയും BJPയുടെയും അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയ്ക്കും നടപടികൾക്കുമെതിരെ പ്രതിഷേധം അലയടിച്ച് ഉയരുകയാണ്. നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ മുഴുവൻ പാർലമെന്റിന്റെ കവാടത്തിലും തെരുവുകളിലുമൊക്കെ ഇന്ന് സമരം നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അഡ്വക്കേറ്റ് ആർ മനോജ്, എൻ സുരേഷ്, സതീഷ് ചൊള്ളാനി, ബിബിൻ രാജ്, VC പ്രിൻസ്, രാഹുൽ PR തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് തോമസ് കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. വെള്ളിയാഴ്ച പകൽ 11:30 മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് പതാക ഉയർത്തും. പാലാ സെന്റ് തോമസ് കോളേജ് ഓട്ടോണമസ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഡിസംബർ 27 ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ്, അലംനൈ അസോസിയേഷൻ പ്രസിഡന്റ് ടിജോ കാപ്പൻ, സെക്രട്ടറി ഡോക്ടർ സാബു ഡി മാത്യു, ജനറൽ കൺവീനർ ഡോക്ടർ ആശിഷ് ജോസഫ് എന്നിവർ അറിയിച്ചു. 27 രാവിലെ 11:30 മുതൽ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് പതാക ഉയർത്തുന്നതോടെ പരിപാടികൾ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 കോളേജ് ക്യാമ്പസിലെ വ്യത്യസ്തയിടങ്ങളിലായി വിവിധ ബാച്ചുകളുടെ ഒത്തുചേരലോടെ ഒരു വട്ടം കൂടി നടക്കും. കടന്നുപോയ 75 വർഷത്തിനിടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ആർപ്പ എന്ന ചടങ്ങിന് 3:30 സോണി TV റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗർ ജേതാവ് അവിർഭവ് ആരംഭം കുറിക്കും. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. ഈ കലാലയത്തില് വിവിധ തലങ്ങളിൽ വളർന്നു വന്ന ആളുകളുണ്ട്. അത് സ്പോർട്സ് രംഗത്തുണ്ട്, അക്കാഡമിക് രംഗത്തുണ്ട്, കാർഷിക രംഗത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധികളായിട്ട് 9 പേര് നിയമസഭാ പാർലമെന്റ് മെമ്പർമാരായിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ ആദരിക്കുന്ന ചടങ്ങാണ് 3:30 മണിക്ക്. അത് ബഹുമാനപ്പെട്ട തടത്തിലച്ചൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം. ആ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുന്നത് ഈ കലാലയത്തിൽ നിന്ന് തന്നെ പഠിച്ച് സുപ്രീം കോടതി വരെ എത്തിയ ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. ആ സമ്മേളനത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട പബ്ലിക് സർവന്റ്, കർഷകൻ, അങ്ങനെയുള്ള പ്രതിനിധികൾ. പാലാ രൂപത മുഖ്യ വികാരി ജനറൽ മോൺ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിക്കും. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ TK ജോസ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുൻ അംഗ അഗസ്റ്റിൻ പീറ്റർ ES, മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് മനച്ചിപ്പുറം, ഗിരിജ IAS, ദീപിക നാഷണൽ അഫയേഴ്സ് എഡിറ്ററും ഡൽഹി ബ്യൂറോ ചീഫുമായ ജോർജ് കള്ളിവയലിൽ, കേരള പോലീസ് മുൻ IG ജോസ് ജോർജ് IPS, പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് തോമസ്, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ കപ്പിലിപ്പറമ്പിൽ, കർഷക പുരസ്കാര ജേതാവ് ടിംസ് പോത്തൻ, MG യൂണിവേഴ്സിറ്റി മുൻ VC ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, ജയ്പൂർ മീഡിയ യൂണിവേഴ്സിറ്റി മുൻ VC സണ്ണി സെബാസ്റ്റ്യൻ, ഉഗാണ്ട ഈസ്റ്റ് ബാസ്റ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ വർഗീസ് മുണ്ടമറ്റം, വിശ്വാസ് ഫുഡ്സ് MT സോണി ആന്റണി, അൽംനൈ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സാബു ഡി മാത്യു, ട്രഷറർ ഡോക്ടർ സോജൻ പുല്ലാട്ട എന്നിവർ പ്രസംഗിക്കും. പൊതുസമ്മേളനത്തിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകും. മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും. കോളേജ് ആദ്യ ബാച്ച് വിദ്യാർത്ഥിയും സെന്റ് തോമസ് കോളേജ് രസതന്ത്ര വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ AV ആന്റണിയും ആദ്യ ബാച്ചിലെ PM തോമസ് പതിയിലും ചേർന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ, മാർ ജോസഫ് സാംബ്രിക്കൽ, മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, ശ്രീമദ് കൈവല്യാനന്ദ സ്വാമികൾ, MPമാരായ ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി, ജോസ് K മാണി, മാണി C കാപ്പൻ MLA, മുൻ MPമാരായ ജോയി നടുക്കര, ജോയി എബ്രഹാം മുഴുവണ്ണൂർ, മുൻ MLAമാരായ KC ജോസഫ്, പ്രൊഫസർ VJ ജോസഫ്, PC ജോസഫ്, ജോസഫ് വാഴക്കൽ, പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തേൻ, ഏഴാഞ്ചേരി രാമചന്ദ്രൻ, നാഷണൽ സാമ്പിൾ സർവേ അഡീഷണൽ ഡയറക്ടർ ജനറൽ സുനിത ഭാസ്കർ, പ്രൊഫസർ ഡോക്ടർ ജെയിംസ് മംഗലത്ത്, മുനിസിപ്പൽ കൗൺസിലർ ജിമ്മി ജോസഫ് തഴത്തേൽ എന്നിവർ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയത്ത് അത്ഭുത കാഴ്ചകളുമായി മറൈൻ മിറാക്കിൾസ് ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി AI റോബോട്ടിക് ഷോ, ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ, അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ, മഡഗാസ്കർ ഷോ, ഡബിൾ അക്രലിക് അക്വേറിയം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പങ്കെടുത്തു. അറിയിപ്പ്: കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിൽ 150ലധികം ഒഴിവുകളിലേക്ക് വോക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. ഡിസംബർ 27 രാവിലെ 10 കോട്ടയം കളക്ട്രേറ്റിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിലാണ് ഇന്റർവ്യൂ. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. 250 രൂപ ഫീസ് അടച്ച് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവരങ്ങൾക്ക് ഫോൺ 048125634451. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയർ നൽകുന്ന പദ്ധതി പ്രകാരം 3 ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്യുന്നതിന് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ടെൻഡർ ക്ഷണിച്ചു. ജനുവരി 8 ഉച്ചകഴിഞ്ഞ് 1 വരെ ടെൻഡർ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 ടെൻഡർ തുറക്കും. ഫോൺ 048125639880.
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാർക്ക് സീനിയോറിറ്റി പുനഃസ്ഥാപിച്ച് മുടങ്ങിപ്പോയ രജിസ്ട്രേഷൻ പുതുക്കാൻ മാർച്ച് 18 വരെ അവസരം. ഉദ്യോഗാർത്ഥികൾ നേരിട്ടോ ദൂതൻ മുഖേനയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ കാർഡ്, അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം എത്തണം. ഫോൺ 048123040608. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താഴത്തങ്ങാടി അറവുപുഴ ജംഗ്ഷനിൽ ചുവട് പൊള്ളയായി നിൽക്കുന്ന വാഗമരം ഭീഷണിയാകുന്നു. റോഡിലൂടെ ദിവസവും കടന്നുപോകുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും. ശരണം വിളികൾ ഉയർന്നു. ഭക്തലക്ഷങ്ങൾക്ക് സായുജ്യമായി ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജ. മകരവിളക്കിനായി ഈ മാസം 30-ന് നട തുറക്കും. വാഴൂരിലെ നക്ഷത്ര ജലോത്സവത്തിന് തിരക്കേറുന്നു. കുട്ടവഞ്ചി തുഴഞ്ഞും ഊഞ്ഞാലാടിയും ആഹ്ലാദത്തോടെ നാട്ടുകാർ. ജലോത്സവം 28-ന് സമാപിക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.